ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഈ വീഡിയോയിലൂടെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റെയ്നർ മരിയ റിൽക്കെയുടെ ആർച്ചൈക് ടോർസോ ഓഫ് അപ്പോളോ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് എഴുത്തുകാരനെ പറ്റിയിട്ടാണ്. റെയ്നർ മറിയ റിൽക്കെ. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് റെയ്നെ കാൾ വിൽഹം ജോഹാൻ ജോസഫ് മരിയ റിൽക്കെ എന്നാണ്. ഇദ്ദേഹം ജനിക്കുന്നത് ഡിസംബർ 4, 1875 മരണപ്പെടുന്നത് ഡിസംബർ 29, 1926. ഇദ്ദേഹം ഓസ്ട്രേലിയൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്. വിചിത്രവും ആവിഷ്കൃതവുമായ കവിയായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ജർമ്മൻ ഭാഷയിലെ ഒരു പ്രധാന എഴുത്തുകാരനായിട്ട് കൂടി ഇദ്ദേഹം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒരു നോവലും നിരവധി കവിതാ സമാഹാരങ്ങളും നിരവധി കത്തിടപാടുകളും ഉൾപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് നോക്കാം. ദ ബുക്ക് ഓഫ് ഹവേഴ്സ്, പോയട്രി ഓഫ് റിൽക്കെ, ന്യൂ പോയംസ്, സ്റ്റോറീസ് ഓഫ് ഗോഡ്, ദ ബുക്ക് ഓഫ് ഇമേജ്, എക്സെട്ര. ഇനി പോയത്തിനെ പറ്റിയിട്ട് നോക്കാം. പോയം സോണറ്റാണ്. സോണറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, 14 ലൈൻസ് ഉള്ള കവിതകളെയാണ് സോണറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻസ 4 സ്റ്റാൻസയുണ്ട്. ടൈം പീരീഡ് 20th സെഞ്ച്വറിയാണ്. 1908 ന്യൂ പോയംസ് എന്ന കളക്ഷനിലാണ് ഈ ഒരു പോയം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ ആർച്ചൈക് ടോർസോ ഓഫ് അപ്പോളോ. ആർച്ചൈക്കിന് മീനിങ് വരുന്നത് ഓൾഡ് എന്നാണ്, പഴയത്, പുരാതനമായത് എന്നൊക്കെ അർത്ഥം വരും. ടോർസോ എന്ന് പറഞ്ഞാൽ ശരീരം. ഇനി നമുക്ക് ആരാണ് അപ്പോളോ എന്ന് നോക്കാം. ഹു ഈസ് അപ്പോളോ? അമ്പെയ്ത്ത്, മ്യൂസിക്, ഡാൻസ്, സണ്ണ്, ലൈറ്റ്, ട്രൂത്ത്, പോയംസ് തുടങ്ങിയവയുടെയൊക്കെ ദേവനായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോളോനെയാണ്. ഗ്രീക്ക് ദേവന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ ഒന്നായ അദ്ദേഹം സൂയിസിൻ്റെയും ലെറ്റോയുടെയും മകനും വേട്ടയുടെ ദേവനായ ആർട്ടെമിസിൻ്റെ ഇരട്ട സഹോദരനുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, അപ്പോളോ എന്ന് പറയുന്നത് ഒരു ദേവനാണ്. ഡാൻസിൻ്റെയും മ്യൂസിക്കിൻ്റെയും സൂര്യൻ്റെയും പ്രകാശത്തിൻ്റെയും സത്യത്തിൻ്റെയും അമ്പെയ്ത്തിൻ്റെയും കവിതകളുടെയും ഒക്കെ ദേവനാണ് അപ്പോളോ. ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. വി കനോട്ട് നോ ഹിസ് ലെജൻഡറി ഹെഡ് വിത്ത് ഐസ് ലൈക്ക് റൈപ്പനിങ് ഫ്രൂട്ട് ആൻഡ് യെറ്റ് ഹിസ് ടോസോ ഈസ് സ്റ്റിൽ സഫ്യൂസ്ഡ് വിത്ത് ബ്രില്യൻസ് ഫ്രം ഇൻസൈഡ് ലൈക്ക് എ ലാംപ് ഇൻ വിച്ച് ഹിസ് ഗെയ്സ് നൗ ടേൺഡ് ടു ലോ. അപ്പോളോ ദേവൻ്റെ പുരാതന ഗ്രീക്ക് പ്രതിമയാണ് സ്പീക്കർ ഇവിടെ നോക്കുന്നത്. പ്രതിമയുടെ ലെജൻഡറി ആയിട്ടുള്ള, അതായത് പുരാതനമായിട്ടുള്ള തല എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പോയറ്റിനെയും റീഡേഴ്സിനെയും മറ്റ് നിരീക്ഷകന്മാരെയൊക്കെയാണ്. അവർക്കാർക്കും തന്നെ പ്രതിമയുടെ ഹെഡ്, തല എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. വിത്ത് ഐസ് ലൈക്ക് റൈപ്പനിങ് ഫ്രൂട്ട്. അപ്പോളോ ദേവന് പഴുത്തു നിൽക്കുന്ന പഴങ്ങൾ പോലെയുള്ള കണ്ണുകളാണ് ഉണ്ടായതെന്നാണ് പോയറ്റ് ഇവിടെ സംശയിക്കുന്നത്. ഇവിടെ സ്പീക്കർ യൂസ് ചെയ്തേക്കുന്നത് സിമിലിയാണ്. അപ്പോളോ ദേവൻ്റെ കണ്ണുകളെ പഴുത്ത ഫ്രൂട്ടുമായിട്ടാണ് ഇവിടെ പോയറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, കമ്പയർ ചെയ്തിരിക്കുന്നത്. പ്രതിമയ്ക്ക് തലയില്ലെങ്കിലും ശരീരത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ സ്പീക്കർ ഊഹിക്കുകയാണ് പ്രതിമയുടെ കണ്ണുകൾ ഏതുപോലെയാണ്, പഴുത്ത പഴം പോലെ ആയിരിക്കുമെന്ന്, റൈപ്പനിങ് ഫ്രൂട്ട് പോലെ ആയിരിക്കുമെന്ന് പോയിട്ട് ഇവിടെ ഊഹിക്കുകയാണ്. അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹവും ആ ഒരു പ്രതിമ, ആ സ്റ്റാറ്റുവിൻ്റെ മുഖം കണ്ടിട്ടില്ല, മുഖം തകർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഊഹിക്കുകയാണ് പ്രതിമയുടെ കണ്ണ് ഏതുപോലെയാണ്, റൈപ്പനിങ് ഫ്രൂട്ട് പോലെയാണെന്ന്. ഈ സ്റ്റിൽ സഫ്യൂസ്ഡ് വിത്ത് ബ്രില്യൻസ് ഫ്രം ഇൻസൈഡ് ലൈക്ക് എ ലാംപ് ഇൻ വിച്ച് ഹിസ് ഗെയ്സ് നൗ ടേൺഡ് ടു ലോ. ഹെഡ്ലെസ് ആയിട്ടുള്ള, തലയില്ലാത്ത പ്രതിമയാണെങ്കിലും ആ പ്രതിമയ്ക്ക് എന്തുണ്ട്, നല്ല തിളക്കമുണ്ട്, അതായത് നല്ല തേജസ് ഉണ്ട്. പ്രതിമയുടെ ശരീരം ഒരു വിളക്ക് പോലെ തിളങ്ങുന്നുവെന്നാണ് സ്പീക്കർ ഇവിടെ പറയുന്നത്. ഈ സ്റ്റിൽ സഫ്യൂസ്ഡ് വിത്ത് ബ്രില്യൻസ് ഫ്രം ഇൻസൈഡ് ലൈക്ക് എ ലാമ്പ്, എന്തുപോലെ, വിളക്ക് പോലെയാണ് ആ പ്രതിമയുടെ ശരീരം തിളങ്ങുന്നത്. ഇവിടെ
പോയിട്ട് കമ്പയർ ചെയ്യുകയാണ്. പ്രതിമയുടെ ശരീരത്തെ വിളക്കുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. സ്റ്റാച്യുവിന് തലയില്ലെങ്കിലും സ്റ്റാച്യുവിൻ്റെ നോട്ടത്തിന് എന്തുണ്ട്? ഇപ്പോഴും നല്ല ശക്തിയുണ്ട്. ഇവിടെ സ്പീക്കർ സങ്കല്പിക്കുകയാണ് ആ പ്രതിമയുടെ തല ഉണ്ടായിരുന്നെങ്കിൽ ആ നോട്ടം എന്തുപോലെയായിരിക്കും? നല്ല ശക്തിയുള്ളതായിരിക്കും, നല്ല തുറിച്ച് നോക്കുന്നത് പോലെ ഉണ്ടാവുമെന്ന്. സെക്കൻഡ് സ്റ്റാൻസ. ഗ്ലീംസ് ഇൻ ഓൾ ഇറ്റ്സ് പവർ, അതർവൈസ് the curved breast could not dazzle you so, nor could a smile run through the placid hips and thighs to that dark center where procreation fled. ഗ്ലീംസ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നു. പ്രതിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള മിസ്റ്റീരിയസ് ആയ പ്രകാശമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. റീഡേഴ്സ് ആ പ്രതിമയെ കാണുന്നത് പോലെ, അതായത് അദ്ദേഹത്തിനൊപ്പം റീഡേഴ്സും ആ ഒരു സ്റ്റാച്യുവിനെ കാണുന്നത് പോലെയാണ് അദ്ദേഹം പ്രതിമയെ പറ്റിയിട്ട് ഇവിടെ വിവരിക്കുന്നത്. പ്രതിമയുടെ ശരീരത്തിൻ്റെ രൂപം കണ്ടിട്ട് പോയിട്ട് ഇവിടെ എന്താണ്? അമ്പരന്നിട്ടാണുള്ളത്. എ സ്മൈൽ റൺ ത്രൂ ദ പ്ലാസിഡ് ഹിപ്സ് ആൻഡ് തൈസ് ടു ദാറ്റ് ഡാർക്ക് സെൻറ്റർ വേർ പ്രോക്രിയേഷൻ ഫ്ലയർഡ്. ഇവിടെ പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ ശാന്തമായ, അതായത് കാമായ, സമാധാനമായ എന്നൊക്കെയാണ് മീനിങ്. സ്റ്റാച്യുവിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള സെൻസ്, സമാധാനമായ പുഞ്ചിരിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പ്ലാസിഡ് എന്ന് നമ്മൾ പറഞ്ഞു സമാധാനമായിട്ടുള്ള, അല്ലേ, ശാന്തമായിട്ടുള്ള ഹിപ്സ് ആൻഡ് തൈസ്. ഇവിടെ പോയിട്ട് പ്രൈവറ്റ് പാർട്സിനെ, അതായത് ആ സ്റ്റാച്യുവിൻ്റെ പ്രൈവറ്റ് പാർട്സിനെ ഒന്നും കാര്യമായിട്ട് വിവരിക്കുന്നില്ല, ഡാർക്ക് സെൻറ്റർ എന്ന് മാത്രമാണ് പറയുന്നത്. തേർഡ് സ്റ്റാൻസ. Otherwise the stone would seem defaced beneath the translucent cascade of the shoulders and would not glisten like a wild beast fur. സ്പീക്കറിനെ ആകർഷിക്കുന്ന തിളക്കം സ്റ്റാച്യുവിന് ഇല്ലായിരുന്നെങ്കിൽ സ്റ്റാച്യു എങ്ങനെയായിരിക്കുമെന്നാണ് മൂന്നാമത്തെ സ്റ്റാൻസയിൽ സ്പീക്കർ പറയുന്നത്. തലയില്ലാത്തത് കൊണ്ട് തന്നെ വികൃതമായിട്ടാണ് തോന്നുക, അത് ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. എന്തോ ഒന്ന് ആ പ്രതിമയിൽ നിന്നും നഷ്ടപ്പെട്ടതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. തലയില്ലാത്തത് കൊണ്ട് ശരീരത്തിനൊരു പൂർണ്ണത ഉണ്ടാവില്ല, ഒരു കംപ്ലീറ്റ് ഉണ്ടാവില്ല, ഒരു ഇൻകംപ്ലീറ്റ് ആയിരിക്കും. കാസ്കേഡ് ഓഫ് ദി ഷോൾഡർ, തോളുകളുടെ കാസ്കേഡ് പവർഫുൾ ആയിട്ടുള്ള മസിലും മാസ്കുലിൻ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വുഡ് നോട്ട് ഗ്ലിസൺ ലൈക്ക് എ വൈൽഡ് ബീസ്റ്റ് ഫർ. വൈൽഡ് ബീസ്റ്റ് ഫർ എന്ന് പറഞ്ഞാൽ വന്യമൃഗത്തിൻ്റെ രോമം, അതാണ് പറയുന്നത്. ഇവിടെ പോയിട്ട് സ്റ്റാച്യുവിൻ്റെ ശരീരത്തിന് വന്യതയുടെ ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. അതിന് കാരണം സ്റ്റാച്യുവിൻ്റെ ശരീരം ഒരു വന്യമൃഗത്തിൻ്റെ രോമങ്ങൾ തിളങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് തിളങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പോയിട്ട് യൂസ് ചെയ്തേക്കുന്നത് സിമിലിയാണ്. ഫോർത്ത് സ്റ്റാൻസ. would not from all the borders of itself burst like a star, for here there is no place that does not see you, you must change your life. അവസാന സ്റ്റാൻസയിൽ പ്രതിമക്കുള്ളിലെ അതിൻ്റെ തകർന്ന അതിരുകളിൽ നിന്ന് ഒരു നക്ഷത്രം പോലെ പൊട്ടിത്തെറിക്കുന്നതായിട്ട് പോയിറ്റിന് തോന്നുകയാണ്. പോയിറ്റ് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ, അതായത് അപ്പോളോ ദേവൻ്റെ ശക്തിയെയും അവരുടെ ആ സ്റ്റാച്യുവിനെ പറ്റിയിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. അവൻ എങ്ങനെയുള്ളവനാണ്? സുന്ദരനും ഭയങ്കരനുമാണ്. പോയിറ്റ് അദ്ദേഹത്തിനുണ്ടായ ഫീലിങ്സ് സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ശില്പം നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് വായനക്കാരോട് പോയിറ്റ് ഇവിടെ പറയുന്നുണ്ട്. യു മസ്റ്റ് ചേഞ്ച് യുവർ ലൈഫ്. ഈ പോയത്തിലെ പ്രധാന തീംസായിട്ട് വരുന്നത് ഏജിങ്, ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡീകേ, ബ്യൂട്ടി എന്നിവയാണ്. ആ പ്രതിമയ്ക്ക് തലയും കാലുകളൊന്നും ഇല്ല, അത് ആ പ്രതിമയുടെ നിർഭാഗ്യമായിട്ടുള്ള അവസ്ഥയാണെന്നാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. പിന്നെയുള്ള ഒരു കാര്യം, ആ ഒരു പ്രതിമയുടെ തലയും കാലുകളും നശിക്കാനായിട്ടിടയായത് ചിലപ്പോൾ ഒരു പക്ഷേ യുദ്ധം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളോളമുള്ള നശീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ പറയുന്നത് ആ പ്രതിമയ്ക്ക് തലയില്ലെങ്കിലും എന്താണ്, നല്ല പ്രകാശം പരത്തുന്നതായിട്ടാണ് പോയിറ്റിന് ആ പ്രതിമ കാണുമ്പോൾ തോന്നുന്നത്. കലാസൃഷ്ടിക്കുള്ളിൽ മനോഹരമായിട്ടുള്ള ഒരു ശക്തിയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.